ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. ഞാനിപ്പോൾ കാട്ടൂരാണ് നിൽക്കുന്നത്. നിങ്ങളെ അടുത്തേക്കൊന്നും ഞാനിപ്പോൾ വരാറ് പോലുമില്ല, എന്നാൽ നിങ്ങൾ കാണാറ് പോലും ഇപ്പോൾ ഒന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫാമിലി പ്രോബ്ലം, പിന്നെ അതേമാതിരി തന്നെ പണിയുടെ കേസ്, പിന്നെ എൻ്റെ ഫോൺ കംപ്ലൈൻ്റായി. ഈ ഫോൺ കംപ്ലൈൻ്റായി എത്ര ദിവസമായിന്നറിയോ. എന്നിട്ട് ഞാൻ ഈ ഫോൺ റെഡി ആക്കിയിട്ട് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മുന്നിൽ ഞാനിപ്പോൾ നിൽക്കുകയാണ്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു കണ്ടൻറ് ഇല്ല, എനിക്കിപ്പോൾ ഒരു കണ്ടൻറ്റ് പോലും ഇല്ല. ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് കണ്ട എൻ്റെ ബാഗ്, ഞാനിപ്പോൾ ഈ പണിയും കഴിഞ്ഞിട്ട് പൈസ മേടിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. പൈസ കിട്ടി കഴിഞ്ഞപ്പോൾ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ആൾ എപ്പോഴാണ് വരാം, ചിലപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പൈസ ആളെടുത്ത് ഈ അക്കൗണ്ടിലേക്ക് മേടിച്ചു. അതായത് ഇപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോണിലേക്ക് ഞാൻ സെൻഡ് ചെയ്ത് മേടിച്ചു. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കണ്ടൻറ്റ് ഇല്ല. എനിക്കിപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്തൊരു കണ്ടൻറ്റ് പിടിക്കുക, നമുക്കൊരു ഡബിൾ ഓംപ്ലേറ്റ് കഴിച്ചാലോ ഗൈസ്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു കടേര അവിടേക്ക് പോകണം. കടേര അവിടേക്ക് പോകണമെങ്കിൽ എന്താ പറയുക, ഈ റോഡ് ക്ലോസ് ചെയ്യണമെന്ന്, ഈ റോഡ് ക്രോസ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്തു. നോക്കണം വണ്ടികൾ വരുന്നുണ്ടോന്നോ എന്തെങ്കിലും വരുന്നോന്നൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കണം. നോക്കിയില്ലെങ്കിൽ വണ്ടിയുടെ അടി ഞാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാനിപ്പോൾ പോണത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ആ ഹോട്ടലിൽ പോയിട്ട് 2 ഡബിൾ ഓംപ്ലേറ്റ് നമുക്ക് കഴിക്കും ഗൈസ്. അപ്പോൾ എൻ്റെ കുറച്ച് നാളുകൾക്കായിട്ട് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യാറില്ല. വ്ളോഗ് എന്ന് പറഞ്ഞ സാധനം ഞാനിപ്പോൾ ചെയ്യാറില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫോൺ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ഡബിൾ ഓംപ്ലേറ്റ് കഴിക്കാനായിട്ട് നമ്മൊരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഗൈസ്. ചേട്ടാ 2 ഡബിൾ ഓംപ്ലേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡബിൾ ഓംപ്ലേറ്റ് കഴിക്കാൻ പോകട്ടെ ഗൈസ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യാറില്ല. എൻ്റെ ഫോൺ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ വ്ളോഗും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. യൂട്യൂബിൽ വീഡിയോസ് പോലും ഞാൻ ഇടാറില്ല. പിന്നെ ഞാൻ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെന്നെ കുറേ ഇതെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡബിൾ ഓംപ്ലേറ്റിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് വെയിറ്റ് ചെയ്യണമെങ്കിൽ മുന്നേ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്നും അവിടെ എന്ത് ചെയ്യണമെന്നും ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ ഇനി ഞാനത് കട്ട് ചെയ്തിട്ട് അത് പോയി വീഡിയോ എടുക്കട്ടെ. ഓക്കെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? ഓ, മൂർത്തി, തമിഴ്നാട്. ആ, വെറുതെ അല്ല മൂർത്തി എന്ന് പേര് വന്ന്. അപ്പോൾ നമ്മൾ ചേട്ടന് ഇപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഓംപ്ലേറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്ടിയൊക്കെ ചൂടാക്കി വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് സാധനം ചൂടാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ, അതായത് ഞാനിവിടെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുബോട്ടിയും കൊള്ളിയും. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും കൊടുക്കാനുള്ള പൈസ ഇല്ല, കുറച്ച് അടവും കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കണ്ടൻറ് അല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ലേ കുറച്ച് നാൾക്ക് ശേഷം. ഓ, കഴിക്കാൻ ഇവിടുന്ന് കഴിക്കാനാ. കുറച്ചാൾക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നതല്ലേ, കുറച്ച് നാൾ നിങ്ങളെടുത്ത് നിൽക്കാണ്ട് ഞാൻ ഒന്ന് മാറി നിന്നിട്ട് ഞാനിപ്പോൾ വന്നതല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കണ്ടൻറ്റ് വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഓംപ്ലേറ്റ്. ചേട്ടാ ചെയ്തോട്ടോ, കുഴപ്പമില്ലേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്കുള്ള ഡബിൾ ഓംപ്ലേറ്റ് ആണ് ഇപ്പോൾ ആ ചേട്ടൻ എടുക്കുന്നത്. അത് ഞാൻ അകത്ത് കയറണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുറത്താണ്, ഞാൻ അകത്തേക്ക് കയറണം. താങ്ക് യു. എൻ്റെ ബാഗ് ഇരിക്കുന്നത് അവിടെയാണ്, പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നാലും എന്നെ കാണാനല്ലേ പറ്റുള്ളൂ. ഗൈസ് കാണുന്നുണ്ടോ? അപ്പോൾ ഓംപ്ലേറ്റ് നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട ഓംപ്ലേറ്റ് ഗൈസ്. ഇപ്പോൾ കണ്ടാൽ എൻ്റെ മുഖം കാണാൻ പറ്റും, പക്ഷേ ഓംപ്ലേറ്റ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. സ്പൂൺ വന്നിട്ടുണ്ട്. സ്പൂൺ വേണം, കൈ കൊണ്ട് കഴിക്കാം. നമുക്ക് കൈ കൊണ്ട് കഴിക്കാം. മലയാളികൾ എപ്പോഴും കൈ കൊണ്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കഴിക്കണം.
ഓംലേറ്റ്. ഫുള്ള് പ്രശ്നങ്ങളാടാ, എവിടെയും എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. എൻ്റെ പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. ഇപ്പോൾ നിങ്ങൾ കാണണ്ടല്ലോ, എനിക്കത് മതി. കുറച്ച് പേര് കണ്ടാലുണ്ടല്ലോ, അതെൻ്റെ സന്തോഷമാടാ. എനിക്കത് മതിയടാ. നിങ്ങൾ പറ, ഞാൻ അടുത്ത വ്ളോഗ് എന്താ വേണ്ട, എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. ഞാൻ ശരിക്കും ഫുഡ് ആസ്വദിച്ച് കഴിക്കണം. ഇപ്പം ഞാൻ ചെയ്യണത് പെട്ടെന്ന് കഴിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഇനി പോയിട്ട് ഒരു 1500 രൂപയുടെ അടവുണ്ട്. ആ അടവൊന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ തുടങ്ങും. ഞാൻ പറയുന്ന ടൈം 7 മണിയാണ്. 7 മണിയാവും ഇപ്പോൾ. ഗൈസ് കഴിഞ്ഞു. ഇനി ഒരു ചടങ്ങുണ്ട്, ഇതിൻ്റെ പൈസ അയച്ച് കൊടുക്കണ്ടേ, ആ ചടങ്ങ്. ഓക്കെ, താറ്റാ, ഞാൻ വരാം, വെയിറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞു, പൈസ കൊടുത്തു. അപ്പോൾ ഒരു ഷേക്ക് വലത്തെ കൈ കൊണ്ട് കൊടുക്കണം. ഓക്കെ, ബൈ. ഹായ് കൊടുത്തു. ഹായ് ഹായ്. ഓക്കെ, ബൈ. അപ്പോൾ ഗായ്സ്, ഇനി അടുത്തത് ഞാൻ ഈ വീട്ടിൽ പോകണം, പൈസ അയച്ച് കൊടുക്കണം. പക്ഷെ ഇപ്പോഴും പൈസ റെഡി ആയിട്ടില്ല. ആ പൈസ ഞാൻ എവിടെന്നെങ്കിലും എങ്ങനെ ഞാൻ ഒപ്പിച്ചെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ പൈസ ഞാൻ എവിടെന്നെങ്കിലും ഞാൻ ഒപ്പിച്ചെടുക്കും. എനിക്ക് ഉറപ്പാണ്. ഒപ്പിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ ആരുടെ നിന്ന് കടം മേടിച്ചിട്ടാണെങ്കിൽ പോലും ആ പൈസ ഞാൻ ഒപ്പിച്ചു കൊടുക്കണം. ഇത് ശരിയാവില്ലല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ആ കടയിൽ ഞാൻ പറഞ്ഞല്ലോ ഫേവറേറ്റ് സാധനം ആടിൻ്റെ ബോട്ടിങ് കൊള്ളി, ആ സാധനം നമ്മൾ കഴിക്കാൻ പോകും. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് വ്ളോഗ് വൈറ്റപ്പൊന്നും ചെയ്യുന്നില്ല. ഇതിനെ ഒരു വ്ളോഗ് ചെയ്ത്, അതായത് എനിക്കിപ്പോൾ എൻ്റെ ടച്ച് കിട്ടുമെന്ന് അറിയണ്ടേ. പക്ഷേ എൻ്റെ ടച്ച് കിട്ടിയിട്ടില്ല ഗൈസ്. എൻ്റെ ടച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. I love you guys, I love you guys. ഇനി റോഡ് ക്രോസ് ചെയ്യണം. ഇത് ലൈവാണെങ്കിൽ കോടാലി, അത് ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ ഒരു കോടാലി തോളത്ത് വെച്ചിട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ, അതൊരു അവസ്ഥയാണ്, അത് വേറെ ഒരു അവസ്ഥയാണ്. ആളെനിക്കറിയാം, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ വൈൻഡപ്പ് അല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വേറല്ല ഒന്ന് ചെയ്യാം ഗായ്സ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടൂർ, അതായത് കാട്ടൂർ ബസ് സ്റ്റാൻഡ് അവിടെ. കാട്ടൂർ ബസ് സ്റ്റാൻഡ്, ഇതാണ് കാട്ടൂർ ബസ് സ്റ്റാൻഡ്. മനസ്സിലായോ? ഇത് കാട്ടൂർ ബസ്സായി. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ബസ് കയറിയിട്ട് കാട്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടൂർ ബസ് സ്റ്റാൻഡ് ഇവിടെ നമ്മൾ ഇറക്കി തരും. ഇനി നടക്കണം, എൻ്റെ വീട് വരെ ഞാൻ നടക്കണം. വണ്ടിയുണ്ട്, പക്ഷെ വണ്ടി പഞ്ചറായി. ആ വണ്ടി പഞ്ചറായതുകൊണ്ടാണ് എനിക്ക് കാലത്ത് നേരത്തെ പണിക്ക് പോകാൻ പറ്റാത്തതും എൻ്റെ വണ്ടി കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. എനിക്ക് ഇതിൽ കുറച്ച് ആൾക്കാർ താല്പര്യമില്ല, അവർക്ക് വ്ളോഗിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാമറയുടെ മുന്നിലോ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അവരെ മുഖം കാണുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ എനിക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിനൊന്ന് പോയിട്ട് എനിക്കൊന്ന് എഡിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ കാട്ടൂർ നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വീട് വരെ വ്ളോഗ് ചെയ്യാൻ എനിക്ക് തോന്നുക. എനിക്ക് 24 മണിക്കൂർ, അതായത് ഒരു വൺ ഡേ ഞാൻ വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വൺ ഡേ ഞാൻ വ്ളോഗ് ചെയ്യും ഗൈസ്. പക്ഷേ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നടക്കുക, ആരും ലിഫ്റ്റ് കിട്ടേ അതൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ലിഫ്റ്റ് കിട്ടുമോ എന്ത് കിട്ടുമോ എന്ന് എനിക്കൊന്നും ഒരു ഉറപ്പില്ല. ഡി ജെ കണ്ട മറ്റേ നമ്മുടെ പണ്ടത്തെ ലൈസറാണ്.
ഒരു പച്ചക്കറി കട. അതിപ്പോൾ പോയതൊരു പച്ചക്കറി കടയുടെ എടുത്തുകൂടെയാണ് പോയിരിക്കുന്നത്. ഇതിലൊക്കെ വാങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ വാങ്ങാനായിട്ട് ഞാനിപ്പോൾ പൈസ ഇതിന് വേണ്ടി ഞാൻ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ ഞാൻ രണ്ടാമത് ഞാൻ എവിടെ എത്തിക്കും, ആ പൈസ ഞാൻ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചിന്താഗതി വരാം. അപ്പം അതുകൊണ്ട് അത് വേണ്ട. എടാ ഞാൻ സത്യം പറയാലോ, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ. എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരിലേക്കൊക്കെ മനസ്സിലാവും. ഞാൻ നിങ്ങൾ നോക്കാത്തൊന്നും വിചാരിക്കരുത്. എൻ്റെ ഫ്രണ്ടിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് നോക്കണം. ചിലപ്പോൾ ഞാൻ ഈ ഫോണിക്ക് തന്നെ നോക്കി ഓടുന്നു കഴിഞ്ഞാൽ ഈ ഫോണിൽ കൂടെ തന്നെ നോക്കി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല വണ്ടിയുടെ അടി കയറി പിടിഞ്ഞാൽ. ഇത് ലൈവല്ല. ലൈവാണെങ്കിൽ വണ്ടിയുടെ അടി ഇവിടുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് ലൈവല്ല. ഇത് ഞാനിനി പോയിട്ട് എഡിറ്റ് ചെയ്യണം. അതിൽ കുറച്ച് ആൾക്കാരുടെ കുറച്ച് പോർഷനൊക്കെ ഒന്ന് കളയേണ്ടി വരും. ഞാനിപ്പോൾ വീണ്ടും പച്ചക്കറി കഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കറി നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. പച്ചക്കറി കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ചിക്കൻ കഴിക്കണം നല്ല കേട്ടോ. ചിക്കൻ കഴിക്കുന്നത് നമ്മുടെ എന്താ പറയുക, മറ്റേ ബോഡി ബിൽഡിങ് എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഓവറായിട്ട് ഫുഡിനോട് സ്നേഹം കാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫുഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഫുഡ് നമുക്ക് കഴിക്കാനേ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിക്കുമ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയത്തില്ലേ, എന്താ പറയുക, എന്തോ വിഷമാണെന്നാ പാല എന്തോ അമൂല്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമൂല്യമില്ല, എന്തോ പറഞ്ഞേ പണ്ടത്തെ ആൾക്കാരെന്തോ പറയില്ലോ, കൂടുതലായിക്കഴിഞ്ഞാൽ അത് വിഷമാവും എന്നുള്ളത്. ആ സംഭവം ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒരു സാധനം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്നിട്ടാ പറയുക, അത് വിഷമായി മാറും. അപ്പോൾ എല്ലാതും ആവശ്യത്തിന് വേണ്ടി മാത്രം കഴിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പാടില്ല ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണത് എടത്തിരുത്തി, അതായത് നമ്മുടെ എടത്തിരുത്തി പള്ളിയുടെ അടുത്തുള്ള പാലം. ഇങ്ങനെ കോള് വരുമ്പോഴാണ് എനിക്ക് പ്രാന്താവുന്നത്. ഞാൻ പറഞ്ഞ റെക്കോർഡ് ആവുന്നുണ്ടോ, ഞാൻ പറഞ്ഞ റെക്കോർഡ് ആവുന്നില്ലെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാരാ വിളിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്, എൻ്റെ അമ്മയുടെ സിമ്മിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സിമ്മിക്ക് വേണ്ടി വിളിക്കുന്ന ആൾക്കാരാണിത്. പക്ഷേ ഇങ്ങനെ കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വ്ളോഗ് എന്താവുന്നു എങ്ങനെ ആവുന്നു എനിക്കറിയത്തില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും ഓട്ടോറിക്ഷ ഒന്നും വിളിച്ച് പോകാനുള്ള പൈസ ഉണ്ട്, ഓട്ടോറിക്ഷ വിളിച്ച് പോകാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. അപ്പോൾ ഗൈസ് കൈ കണക്കിന് അയ്യോ. ഐ ലവ് യു ഗൈസ്, ഐ ലവ് യു ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എടത്തിരുത്തിയിലാണ്, അതായത് എൻ്റെ നാട്ടിൽ. ദേ കാണും, എടത്തിരുത്തി പള്ളി. ഇതാണ് എടത്തിരുത്തി പള്ളി. ഇവിടെ ഇനി ചിലപ്പോൾ ന്യൂ ഇയറിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടാവുമായിരിക്കും. നമുക്ക് ചിലപ്പോൾ നോക്കാം, നമുക്ക് ആ പ്രോഗ്രാമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് ഒരു സ്റ്റിക്ക് വേണം. ഞാനിപ്പോൾ പിടിച്ചിരിക്കണോ എൻ്റെ കയ്യുമല്ല, കണ്ടോ എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കണേ. എനിക്കൊരു സ്റ്റിക്ക് വേണം. ആ ഒരു സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ചും കൂടി വൈഡ് വരുമ്പോൾ നമ്മുടെ ബാക്കിലിരിക്കുന്ന ആൾക്കാർ ആരാണോ, നമ്മുടെ ബാക്കിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് വൈഡല്ല. വൈഡാക്കാനുള്ള എൻ്റെ കൈ എനിക്ക് നീട്ടാൻ പോലും എനിക്ക് പറ്റില്ല. ബസ് പോയതാണ്. അപ്പോൾ എനിക്കൊരു സ്റ്റിക്ക് മേടിക്കണം. ഒരു സ്റ്റിക്ക് എന്തായാലും എനിക്ക് വേണം. കാരണം എനിക്ക് കൈ ഇങ്ങനെ വലിച്ചിങ്ങനെ നീട്ടി വെക്കാൻ പറ്റില്ല. ഇങ്ങനെ വെക്കും വേണ്ട, കുറേ ആൾക്കാരെ നോക്കണണ്ട, കുറേ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കണേണ്ട. അപ്പോൾ ഈ കൈ ഇങ്ങനെ നീട്ടണം, നീട്ടി കൈക്ക് പറ്റും. പക്ഷെ അതിനുള്ളൊരു ലെങ്സ് എൻ്റെ കൈക്കില്ല, കണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റിക്ക് എന്തായാലും എനിക്ക് വേണം ഗൈസ്. എൻ്റെ മുഖം വരെയൊക്കെ കാണുന്നില്ല. ബ്ലോക്ക് ഒരു ചെറിയൊരു വണ്ടി വന്നപ്പോൾ ഉണ്ടായ ബ്ലോക്കാണിത്. ഒരു ചെറിയൊരു വണ്ടി വന്നപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ബ്ലോക്കാണ്. വീതിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ റോഡുണ്ടല്ലോ, ഈ റോഡിന് ഒരു വീതി കാണിക്കുന്നില്ല ഒരാൾ. ഗായ്സ്
എന്നെ പിന്നെ കാണാനേ പോലും പറ്റില്ല. ഇപ്പം ഇരുട്ടായിക്കൊണ്ടിരിക്കുക. എൻ്റെ വീട് വരെ നടക്കണം. ഇപ്പം ഞാൻ അടുത്തെത്തി. അപ്പോൾ ബൈ ഗായ്സ്. ഇനി അടുത്ത വീഡിയോ കാണും വരെ നമുക്ക് കാണാം. ഓക്കെ, I love you guys. I love you.